ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പേര് സൂപ്പർ കാർസും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അവരിവിടെ എവിടെയോ ഗൈസ് മീറ്റപ്പ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അറിഞ്ഞിട്ടാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ നിൽക്കണ സിറ്റി 2-ലാണ്. എൻ്റെ ഫ്രണ്ടിൽ പോകണ ഗൈസ് ക്രൂസർ ആട്ടോ. നേരെ അവൻ വിടുന്നുണ്ട്. അവൻ അങ്ങോട്ടുള്ള ലൊക്കേഷനിൽ അറിയാതെ പറഞ്ഞ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഈ കാർ ഓടിക്കുമ്പോൾ ഗൈസ് വേറെ എന്തൊക്കെ ഒരു ഫീല് എന്നാ അറിയില്ല ഗൈസ്. ഒരു പ്രത്യേക ഒരു നമ്മൾ നോർമലി ഒരു കാർ ഓടിക്കുന്ന പോലെയല്ല, നമ്മൾ കുറച്ചും കൂടെ ഗൈസ് ഒരു കുഴിയിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പോകുന്നവരുണ്ട്. അത് ഒടുക്കത്തെ പവറും ഗൈസ് ഇതിന്. എന്തായാലും ഇതിൻ്റെ പവർ ഇപ്പോൾ കാണിക്കാൻ സമയമില്ല ഗൈസ്. നമുക്ക് പെട്ടെന്ന് മീറ്റപ്പിന് അവിടെ എത്തണം. ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ് ഗൈസ് മീറ്റപ്പ് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇത് ആദ്യമായിട്ടാണല്ലോ ഗൈസ് ഇവിടെയൊക്കെയാണ് മീറ്റപ്പ് കാണുന്നത്. നമുക്ക് എന്തായാലും ജസ്റ്റ് കയറി നോക്കാം. ഇതിലേക്കൂടെ കയറി പോകണം. ഫ്രണ്ടിലോട്ട് ക്രൂസർ പോയിട്ടുണ്ട് ഗൈസ്. അവൻ്റെ ബൈക്കിൽ തന്നെ പോകാം. വേണ്ട വേറെ ഏതോ ഒരു കാർ വരുന്നുണ്ട്. ഇതൊക്കെ ആരാന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോകേണ്ടതെന്ന് തോന്നുന്നു. വേണ്ട ആ കാർ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എവിടെയോട്ടാണ് ഈ മീറ്റപ്പ് സെറ്റ് ചെയ്തേക്കണേ. നേരെ ഫ്രണ്ടിൽ ആരെയൊക്കെ കാണുന്നവരുണ്ട്. നമുക്ക് എന്തായാലും ഈ സൈഡിൽ കൂടെ തന്നെ കയറി പോയി നോക്കാം ഗൈസ്. അവിടെ കുറേ പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ കുറേ കളറൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കുറേ കളറിൽ കുറേ കാറൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വേണ്ട ഒരു റേസിംഗ് സ്പെക്ക് പോലത്തെ ഒരു കാർ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മളവിടെ നിന്ന് കണ്ട കാർ ഇവിടെ പാർക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ ക്രൂസർ അങ്ങോട്ട് പോയത് നേരെ ആ ഫ്രണ്ടിൽ കാണുന്നുണ്ട്. ഇവിടെ സൈഡിൽ അത്യാവശ്യം സൂപ്പർ കാർസ് എല്ലാം ഉണ്ട് കേട്ടോ. നിങ്ങളെ കാണിച്ചു തരാൻ കണ്ടില്ലേ. സീനായിട്ട് എല്ലാവരും കൂടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ഈ ഇങ്ങോട്ടായിട്ട് അങ്ങനെ പാർക്ക് ചെയ്താൽ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. എന്തായാലും ഈ വീഡിയോ എടുക്കണം ലൈക്ക് അടിച്ചില്ല. ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. 200 നമ്മൾ ലൈക്ക് ടാർഗറ്റ്. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. ഇവിടെ സ്പേസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ തന്നെ കൊണ്ട് പാർക്ക് ചെയ്യാം. ഇതാരോ ചാടുന്നുണ്ട് ഈ സൈഡിൻ്റെ ഫ്രണ്ടിലോട്ടൊക്കെ. നമുക്കൊന്ന് ക്രൂസറിൻ്റെ കാർ ഓടിച്ച് നോക്കണം കേട്ടോ. അത് കുറച്ചും കൂടെ സെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. നമുക്കിവിടെ നിർത്തിയിട്ട് ഈ എല്ലാ കാറും നിങ്ങളെ കാണിച്ചിട്ട് ജസ്റ്റ് ക്രൂസറിൻ്റെ കാറൊന്ന് എടുത്ത് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം. അതിലെനിക്ക് തോന്നുന്നു ഈ ഒറ്റ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. വേറെ സൈഡിലൊന്നും ആൾക്ക് ഇരിക്കാൻ പോലും പറ്റില്ല. ഈ ഒരു സിംഗിൾ സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം സെറ്റായിരിക്കും തോന്നുന്നു അതിൻ്റെ ഇന്റീരിയറൊക്കെ. ബ്രോ റെക്കോർഡിംഗ് ആണ് അവിടെ ആഫ്ര ഞാൻ അവിടെ നിന്ന് വരുമ്പോഴേ റെക്കോർഡ് ആക്കിക്കൊണ്ടാണ് വന്നത്. ഓ അത് പൊളിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിതാ സൂപ്പർ കാർസ് മീറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പയ്യന്മാരായിരുന്നു ഇറങ്ങിയത്. അപ്പോൾ ജസ്റ്റ് ഏത് കാറും വേണമെങ്കിലും എടുത്ത് ടെസ്റ്റ് ഡ്രൈവിലായിരിക്കാം കേട്ടോ. സീനൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് എല്ലാ കാറും ഒന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം. ക്രൂസറിൻ്റെ കാറൊന്ന് ഓടിക്കണമെന്നുണ്ട്. ക്രൂസർ എടുത്ത് കയറി നോക്കി നിൽക്കുക. അതിൻ്റെ അടുത്തോട്ട് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അവൻ കയറുന്ന കോമഡി ആയിരുന്നു തോന്നുന്നു. നിങ്ങൾ ഇറങ്ങി വരുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. ഇറങ്ങുന്നില്ലേ? കണ്ടില്ല കേസ്. എന്തുവാണ് കേസ് ഇത്? അന്നെ ഇത് നോർമലി കാറൊന്നും അല്ല. ഇത് ഞാൻ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതാ. ഇതിനകത്ത് കയറണമെങ്കിൽ തന്നെ കുറച്ച് കഷ്ടപ്പാടാണ്. പിന്നെ പ്രായമുള്ള ആൾക്കാർക്കൊന്നും കയറാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് കയറാം. ഇവിടെ പോടാവുന്നു കേസ്. അവൻ നമുക്ക് കയറാൻ പറ്റുമല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എടുത്തിട്ട് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ്ട് വേറെ ഒരു വൈറ്റ് കളർ കാർ കാണുന്നുണ്ട്. പിന്നെ ഇതാണ്ട് ഒരു ബ്ലൂ ഉണ്ട് കേസ് ഇവിടെ. പിന്നെ ഇപ്പുറത്ത് പോർഷെ കിടപ്പുണ്ട് കേസ്. ഇത് ഡാർലോസിൻ്റെയാണ് ഈ ഫുൾ കസ്റ്റമർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ട ഒരു റേസിംഗ് സ്പെക്ക് കാർ അവിടെ കിടപ്പുണ്ട് കേസ്. ഇതിൻ്റെ സെയിം കാർ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ചെറിയ മാറ്റമൊക്കെ ഉള്ളത്. പണ്ട് നമ്മുടെ ഏതൊരു മച്ചൻ കേസ് ഒരു പബ്ലിക് റൂമിൽ കയറിയപ്പോൾ തന്നായിരുന്നത്. അത് ഞാൻ അങ്ങനെ എടുത്തിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അത് നമുക്ക് പിന്നെ ഏതെങ്കിലും ഒരു ദിവസം കേസ് സെറ്റാക്കാം. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്ക് കാർ എടുത്തുകൊണ്ട് തേണ്ട പോകുന്നുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ അങ്ങനെ പോകുന്നുണ്ട് കേസ്. നമുക്കും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണം. അല്ലേ ഇതിവിടെ പാർക്ക് ചെയ്യാൻ എങ്ങനെ പോയി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓടി ഈ ക്രൂസറിൻ്റെ കാറൊന്ന് ഓടിച്ച് നോക്കിയാലോ. എന്നാൽ വേണ്ടാത്ത പരിപാടിക്കൊന്നും നിൽക്കണ്ട കേട്ടോ. പ്രായമുള്ളവരിൽ ഓടിച്ചു കഴിഞ്ഞാൽ നടുവേദന തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം വരും. അവിടെ നീ എന്തായാലും അത്ര പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് ഓടിച്ചിട്ട് എന്ന് പോകുന്നുള്ളൂ. പിന്നെ ഈ ഡാർലോസിൻ്റെ പോർഷ് ചെയ്ത് കിടക്കണ ഈ ഫുൾ ഗ്രാഫിക്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ റമ്മൊക്കെ ആട്ടോ അതിനകത്ത് വരുന്നത്. ഇതെല്ലാം നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്ക് അധികം സമയം കളയണ്ട ഗൈസ്. നമുക്ക് പോയിട്ട് ആ ക്രൂസറിൻ്റെ കാർ ഓടിക്കാം. അവിടെ അതിനകത്ത് കീയൊക്കെ ഇല്ലേ? അതിനകത്തെല്ലാം ഉണ്ട്. പിന്നെ സാധാ കാർ പോലെ അല്ല കേട്ടോ. മൊത്തത്തിൽ ഡിഫറൻ്റ് ആണ്. സൂക്ഷിച്ചും കണ്ടൊക്കെ ഓടിക്കണം. എടി ഇവൻ എന്നെ കാർ ഓടിക്കാൻ പഠിപ്പിക്കണോ ഗൈസ്? നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം ഭയങ്കര സീനാട്ടോ. അതിനകത്തോട്ട് കയറി പോലെ എൻ്റെ പൊന്നു. ഇതെന്തോ ഇത്? ജസ്റ്റ് അതിൻ്റെ ഇന്റീരിയർ നിങ്ങളെ കാണിച്ചു തരാം. ഇതെന്തോ വലിയ ഫ്ലൈറ്റെല്ലാം ഓടിക്കായിരിക്കുന്ന പോലെ ഉണ്ട്. ഇതാണ് അതിൻ്റെ സ്റ്റിക്കറിങ് ഒക്കെ വരുന്നത്. പക്ഷെ എൻ്റെ പൊന്നു എന്തൊക്കെയോ സംഭവമല്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്ക് ചെറുതായിട്ടൊന്ന് ഓടിച്ചിട്ട് വരാം. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ കാർ എന്തായാലും നമുക്ക് എടുക്കണം. നല്ല രസമുണ്ട് ഈ ഇത്. 8 സീറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ ആർക്കും ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഇന്റീരിയർ ഒന്നും ഡൗൺലോഡ് അല്ല ഈ സൗണ്ട്. നമുക്ക് മര്യാദയ്ക്ക് ഇതിൻ്റെ ശരിക്കുള്ള ഇന്റീരിയർ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ ഒരു മീറ്റർ മാത്രം ഇപ്പോൾ കാണാൻ മര്യാദയ്ക്ക്. അപ്പോൾ ഇതിനകത്ത് കുറേ എഞ്ചിൻ ഓയിൽ ലെവലും കുറേ സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അന്ന് എന്താണെന്ന് അറിയില്ല ഈ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഇതിൻ്റെ സൈഡിലൊന്നും ആർക്കും ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഇരിക്കാൻ സീറ്റ് ഉണ്ടോയെന്ന് അറിയില്ല. ഇതിൻ്റെ ഇന്റീരിയർ ഓളായിരുന്നു നമുക്ക് നോക്കായിരുന്നു. ഇതിപ്പോൾ ഒന്നും തിരിയുന്നില്ല കേസ്. ഇതൊരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കാറ്. ഇതിങ്ങനെ പോകുമ്പോൾ തന്നെ കേസ് എന്തോ ഒരു ഫീല്. അത് നിങ്ങൾക്ക് വീഡിയോ കൂടെ എത്ര തിരിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേസ്. നിങ്ങൾ ജസ്റ്റ് ഈ കാർ എവിടെയെങ്കിലും ഒന്ന് ഓടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ കേസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക കേട്ടോ. ഒരു രക്ഷയില്ല. അമ്മാതിരി ഫീലാണ് കേസ് ഈ കാർ ഓടിക്കാൻ. അപ്പോൾ എന്തായാലും പുറത്തോട്ടൊന്നും പോകണ്ട. നമുക്ക് ഇതിലെ കൂടെ തന്നെ നൈസായിട്ട് കറക്കിയിട്ട് അവിടെ തന്നെ കൊണ്ടുവെക്കാം. ആ സമയം കൊണ്ട് ഈ നിങ്ങൾ വീഡിയോ ഹൈപ്പ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതാ ഇവിടെ കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് വേറൊരു കാറും കൂടെ ജസ്റ്റ് ഓടിച്ച് നോക്കാം. ഇതുപോലത്തെ വേറെ കാറുണ്ടോ എന്ന് നോക്കട്ടെ ഇവിടെ. ബാക്കിയെല്ലാം നമ്മുടെ കൂട്ട് തന്നെ കാറാണെന്ന് തോന്നുന്നു. ഇതുപോലെ വെറൈറ്റി ഏതെങ്കിലും കാറുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓടിച്ച് നോക്കാം. ഞാനിപ്പോൾ ഈ വേറൊരു കാര്യം നോക്കണം. നിങ്ങളെ ശ്രദ്ധിച്ചോന്നറിയില്ല. ഈ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഈ മീറ്ററും ഫുള്ളങ്ങ് തിരിയുന്നുണ്ട് സ്റ്റിയറിങ്ങിൻ്റെ കൂടെ. അതന്നെ അതിന് ഇന്റീരിയർ ഡൗൺലോഡ് ആക്കാത്തതുകൊണ്ടാണോ അറിയില്ല. ഇന്റീരിയർ എല്ലാം ഡൗൺലോഡ് ആക്കിയിട്ട് ഒരു ദിവസം ഈ കാറൊന്ന് ഓടിച്ച് നോക്കണം. അല്ലേ പിന്നെ ഈ സൂപ്പർ കാർസ് എല്ലാം ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ആദ്യമായിട്ടുള്ള ഈ സൂപ്പർ കാർസിൻ്റെ ഉള്ളിലോട്ടെല്ലാം കയറുന്നത്.
അതിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഈ കാർ എടുത്ത പോലെ തന്നെ ഇവിടെ വെക്കട്ടെ ഗൈസ്. എന്നിട്ട് ഇറങ്ങുന്നതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ക്രൂസർ നൈസ് പറഞ്ഞ് നമുക്ക് ഇത് ഓടിക്കാൻ പറ്റില്ല. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? അവൻ കാണുന്നില്ലല്ലോ. ഇവിടെ ഇങ്ങനെ അങ്ങനെയല്ല ഈ കാർ ഇരുന്നേ. അത്രയൊക്കെ മതിയെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇറങ്ങാം. അപ്പോൾ ഇറങ്ങും നിങ്ങൾ നോക്കി ഗൈസ്. കോമഡിയാണ് കണ്ടില്ലേ. ഒരു ചെറിയ ബഗ് അടിച്ചിട്ട് ഗൈസ് ആ സൈഡിൽ കൂടെ ഇറങ്ങിയത്. കറക്റ്റ് നമ്മൾ ആ ഡോറിൽ കൂടെ അല്ല ഇറങ്ങിയത്. ഇവന്മാരെല്ലാം കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനത്തെ വേറെ ഏതെങ്കിലും കാറുണ്ടോ എന്ന് നോക്കാം ഗൈസ്. ഈ കാറും എൻ്റെ കാറും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതും ഗൈസ് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഏതെങ്കിലും വെറൈറ്റി കാറാണ് വേണ്ടത്. ഈ ബ്ലാക്ക് കാറല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ റേസിംഗ് കാറ് അതെൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ ഓടിച്ചിട്ടൊക്കെ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്കത് ഓടിക്കണം തോന്നുന്നു. എന്തായാലും വേണമെങ്കിൽ വെറുതെ ഒന്ന് ഓടിക്കാം. ഇത് കേസ് കൊള്ളാമെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കാം. എന്തോ ലോക്കാണെന്ന് നോക്കട്ടെ. ഇത് ലോക്കാണല്ലോ. ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഡ്രൈവർ ആരെയും നോക്കിയിട്ട് ലോക്ക് പറഞ്ഞിട്ട് കാണാം. കേസ് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ കേസ് ഇതിൻ്റെ ഓണറിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണ്ട ലോക്കെല്ലാം തുറന്ന് വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ കേസ് ഡൗൺലോഡ് അല്ലാത്തതുകൊണ്ട് ഇതിനകത്തൊന്നും കാണുന്നില്ല. അതിനകത്ത് പിന്നെ മീറ്ററെങ്കിലും കാണാമായിരുന്നു മറ്റേ വണ്ടിയിൽ. അപ്പോൾ ഇത് കേസ് അത്യാവശ്യം പവറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കൺട്രോൾ ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്. നമുക്കൊന്ന് പുറത്തോട്ട് പോയിട്ട് വന്നില്ല കേസും കൊണ്ട്. ബ്രോ വണ്ടി ഒന്ന് AWD ഇട്ടോട്ടെ. AWD അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. കൺട്രോൾ ചെയ്യാൻ കുറച്ചൊന്നും അല്ല, അത്യാവശ്യം നല്ല പാടാണ്. ഇത് ഒരു സൈഡിലോട്ട് പോകുന്നുണ്ട്. ഞാൻ ഇങ്ങനെ തന്നെ ഹൈവേയിലിറങ്ങി ഓടിച്ച് നോക്കട്ടെ. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ AWD ഇടാൻ കേസ്. അപ്പോൾ ഇത് കുറച്ച് പാടാണ് കേട്ടോ. അതാണ്ട് ഇത് ആക്സിലേറ്റർ കൊടുത്താൽ എവിടെയെങ്കിലും ചെന്ന് കയറും നമ്മൾ. ബ്രോ അതാണ് ഞാൻ പറഞ്ഞ AWD ഇട്ടോ. അതായിരിക്കും കുറച്ചുകൂടെ സേഫ്. കേസ് അങ്ങനെ ഓൾ വീൽ ഡ്രൈവിൽ എടുത്തിട്ടിട്ട് ഇതാണ്ട് നമ്മുടെ കാർ ഇപ്പോൾ അത്യാവശ്യം നല്ല കൺട്രോളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ കാറിന് കേസ് ഒരു ചാട്ടമുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ചാടിച്ചാടി പോകുന്നത്. മിക്കവാറും ഇതിൻ്റെ പവറും കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രീതിക്ക് വണ്ടി ചാടിച്ചാടിയാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ കൺട്രോൾ കിട്ടാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ബ്രോ എൻ്റെ സസ്പെൻഷൻ വല്ലതും കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു? സസ്പെൻഷൻ ഞാൻ കൂട്ടിയിട്ടുണ്ട്. എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ മറന്നുപോയി. ഒരു ചാട്ടം ഉണ്ടല്ലേ വണ്ടിക്ക്? അപ്പോൾ വണ്ടി നല്ല രീതിക്ക് ചാട്ടമുണ്ട്. ഞാനിത് അതുപോലെ തന്നെ അവിടെ കൊണ്ട് വെച്ച് തരാം. അല്ലെങ്കിൽ ശരിയാവില്ല. നമ്മൾ എവിടെയെങ്കിലും ചെന്ന് ഇടിക്കും. നമുക്ക് വേറൊരു കാർ ഓടിച്ച് നോക്കെങ്കിൽ ഇത് കുറച്ച് കൺട്രോൾ കിട്ടാത്ത കുഴപ്പമുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരിൽ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടെന്ന് തോന്നി. ഇനി ഏത് കാറാണ് നമുക്കൊന്ന് പോയി ഓടിക്കുക? അവിടെ ചെല്ലുമ്പോൾ ഈ ആരെങ്കിലും എൻ്റെ കാർ ഓടിച്ച് നോക്കുമോ എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ആ കാർ എടുത്തുകൊണ്ട് പോവാം. പിന്നെ ഇതിൻ്റെ മിററൊക്കെ കണ്ടു ഈ കാറിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ബാക്കിലോട്ട് നല്ല വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു കാർ ഇങ്ങോട്ട് തന്നെ പാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ബ്രോ താങ്ക്സ് ഉണ്ട് കേട്ടോ. ബ്രോ ബാക്കിലോട്ട് പോയില്ല, അവിടെ വണ്ടിയുണ്ട്. ഓക്കെ തെറ്റ്. അപ്പുറത്തോട്ട് വെച്ചു. ബ്രോ കണ്ടില്ലെന്ന് തോന്നുന്നല്ലേ? ഇല്ല, ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ അവിടെ സ്പേസ് ഉള്ള പോലെയാണ് എൻ്റെ ഒരു ഓർമ്മയില്ല. അത് നേരെ അങ്ങോട്ടേക്ക് വെക്കാൻ നോക്കി. എനിക്ക് തോന്നി. ഞാൻ നോക്കുമ്പോൾ കാറിൻ്റെ നേരെ പോകുന്നത്. അതാ പെട്ടെന്ന് പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും സെറ്റായില്ലേ? ഇനി ഞാൻ എന്തായാലും വേറൊരു കാർ ഓടിച്ചു നോക്കട്ടെ. കേസ് റാഫറിൻ്റെ കാർ കിട്ടി കേട്ടോ. ഇതിന് ഒടുക്കത്തെ പവറാണ്. ഇതിൻ്റെ ആ മീറ്ററെല്ലാം കണ്ടോ കേസ് അവിടെ നേരെ കാണുന്നത്. RPM കയറി പോകുന്നതാണ് രസമുണ്ട്. പിന്നെ കൺട്രോൾ കിട്ടായ്മയും ഉണ്ട്. ബ്രോ കുറച്ച് സൂക്ഷിച്ചല്ലേ ഓടിക്കണം കേട്ടോ. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു കാറാണ് ഇത്. അത്യാവശ്യമൊന്നുമില്ല, നല്ല പവർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കേസ്. മറ്റേ കാറിനേക്കാളും നല്ല പവർ ഉണ്ട് കേട്ടോ. അത് ഓടിക്കുമ്പോൾ ശരിക്കും തിരിയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കേസ് ഇവിടുന്ന് സ്ട്രെയിറ്റ് റോഡാണ്. ഇവിടെ നല്ല സ്പീഡിലൊന്ന് പോയി നോക്കാം. ബ്രോ പിന്നെ എൻ്റെ ABS പോയിരിക്കുകയാണ്. അതുകൊണ്ട് ബ്രേക്ക് ചവിട്ടുമ്പോൾ നോക്കണം. ABS പോയിരിക്കുകയാണോ? നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ അല്ലേ. ബ്രേക്ക് പിടിക്കുന്നതോടെ വരെ നമുക്ക് സീനില്ലല്ലോ. ഈ ABS പോയ വണ്ടിയാണ് കേസ്. റാഫർ അതാ ഫ്രണ്ടിൽ ഇവിടെ നിൽപ്പുണ്ട്. ആ കാർ കേസ് ചെറുതായിട്ടൊന്ന് കൊണ്ടിടിച്ച്. ചെറുതായിട്ടൊന്നും അല്ല, അത്യാവശ്യം നല്ലോണം കൊണ്ടിടിച്ച്. ABS പോയ വണ്ടിയൊന്നും കേസ് അങ്ങനെ ആരും എടുത്ത് സ്പീഡിലൊന്നും പോകില്ല കേട്ടോ. ബ്രേക്ക് പിടിക്കുമ്പോൾ കിട്ടുപോലുമില്ല. അവനോട് അതുകൊണ്ട് റിപ്പയർ ആക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേസ്. അവനോട് ബ്രേക്ക് വരാൻ പറഞ്ഞായിരുന്നു. ബാക്കി എല്ലാവരോടും വരാൻ പറഞ്ഞായിരുന്നു കേസ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് പോവാണ്. അപ്പോൾ എൻ്റെ കാർ വേറെ ആരും എടുത്തോണ്ട് വരുന്നുണ്ട് കേസ്. നമ്മളെന്തായാലും ഈ ഒരു കാർ എടുത്തോണ്ട് പോകണേ. ഇതിൻ്റെ സൗണ്ട് നല്ല രസമാണ്. ഈ സൗണ്ട് ഈ കാർ എടുത്തിട്ട് പോകാമെന്നങ്ങ് വെച്ച്. ക്രൂസറുകാർ ഇപ്പുറത്തോട്ട് പോകുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് തന്നെ പോവാല്ലേ. അപ്പുറത്തോട്ടായിരുന്നു എനിക്ക് പോകേണ്ടത്. എന്തായാലും ക്രൂസറിൻ്റെ ബേക്കിൽ പോവാം. പിന്നെ നമ്മൾ ഇടിക്കുവാണ് ബേക്കിൽ നിന്ന്. കേസ് ഇങ്ങനെ റാഫറിൻ്റെ കാറൊക്കെ കൊണ്ട് റിപ്പയർ ആക്കിയിട്ടുണ്ട് കേസ്. അന്നേരം ഈ കാറിന് പണി കിട്ടിയെന്നാണ് തോന്നുന്നത്. അത് കുഴപ്പമില്ല. അതായത് നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് മാസ്കിൻ്റെ വീട്ടിൽ പോയി നോക്കാമെന്ന് വെച്ചേക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് മാസ്ക് ഉണ്ടെങ്കിൽ ഈ സാധനം കൂട്ടിയിട്ട് നമുക്ക് വെറുതെ ഒന്ന് കറക്കിയിട്ട് വരാം. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഭയങ്കര കുറവാണ്. ഇത് ജസ്റ്റ് പോയി നോക്കാം. റാഫർ അതാണ്ട് സ്പീഡിലങ്ങ് പോകുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടല്ല പോകേണ്ട, നേരെ ഇങ്ങോട്ടായിരുന്നു വരേണ്ടത്. എനിക്ക് ഇപ്പോൾ കേസ് ഇങ്ങോട്ടുള്ള വഴി ചെറുതായിട്ടൊക്കെ മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഇപ്പോൾ ഇതാണ്ട് നേരെ നമ്മുടെ മാസ്കിൻ്റെ വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ അവൻ്റെ കാറൊന്നും കാണുന്നൊന്നുമില്ല. മിക്കവാറും അതിൻ്റെ ഉള്ളിലുണ്ടാവും. നമുക്ക് ഇറങ്ങി നോക്കാം. അതിന് മുമ്പ് ജസ്റ്റ് ഇവിടെ ഒന്ന് ഇട്ടിട്ട് ന്യൂട്രലിട്ട് റേസ് കൊടുത്ത് നോക്കാം. അവൻ ഇറങ്ങി വരുവാണല്ലോ ഉണ്ടെങ്കിൽ. അവൻ ഉണ്ടെങ്കിൽ ഇറങ്ങി വരേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ഡോറൊക്കെ ഓപ്പൺ ആക്കി ഇട്ടേക്കോണം. മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ഡോറൊക്കെ തുറന്നിട്ടാണ് അവനൊരു വഴിക്ക് പോകുന്നത്. അവനെ പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആദ്യം കാറുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവന് ഇതിനകത്തില്ലെന്നാട്ടോ തോന്നുന്നു. ഇത്ര സൗണ്ട് കേട്ട് ഇനി ഇറങ്ങി വരണ്ടല്ലേ ഉണ്ടെങ്കിൽ. നമുക്ക് ഇവൻ്റെ കാറുണ്ടോ എന്ന് നോക്കാം. ഇവിടെ കാറില്ലെങ്കിൽ അവൻ അവിടെ പോയത് തന്നെയാണ്. ഇതുകൊണ്ടൊന്ന് തുറക്കുന്നത്. ഓക്കെ ഗസ്, ഇതിൻ്റെ അകത്ത് കാറൊന്നും ഇല്ല. അപ്പം ഇവിടെ മാസ്ക് ഒന്നും ഇല്ല കേസ്. പണി വാളിയില്ലോ. അപ്പം പിന്നെ അങ്ങോട്ടാണ് കേസ് പോയത്. എന്ന് പിന്നെ ഓരോ വഴിക്ക് പോകാമെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് അകത്ത് കയറി നോക്കിയാലോ. മാസ്കിൻ്റെ വീടല്ലേ. മാസ്കിൻ്റെ വീടായതുകൊണ്ട് കേസ് നമുക്കൊന്നും നോക്കാനൊന്നുമില്ല. നേരെ അകത്തോട്ട് കയറി പോയി നോക്കാം. ഇവിടെ എങ്ങാനും എല്ലാം കടന്നുറങ്ങുന്നുണ്ടോ നീ കേസ്? ഇവിടെ ഒന്നും കാണുന്നില്ല. ഇതാട്ടോ അവൻ്റെ റൂമിലൊന്നും അവനെ കാണുന്നില്ല. ഇനി ഇപ്പുറത്തെങ്ങാനും ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ ചെറുക്കനെ. അപ്പോൾ അവിടെ പോയി കേസ്. വീട്ടിലൊന്നും ഇല്ല. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിലെ വാതിലൊക്കെ അടച്ചിട്ടുണ്ട്. എല്ലാം തുറന്നിട്ടാണ് പോയേക്കണേ. ഇവിടെ നിന്ന് കേസ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ പുറത്തോട്ടെല്ലാം കാണാൻ കേട്ടോ. ഞാൻ അപ്പുറത്തെ ജനലിൽ കൂടെ കാണിച്ചു തരാം. ഇവൻ്റെ ജനലെല്ലാം കാണാൻ കേസ് നല്ല രസമാണ് കണ്ടില്ലേ.
എന്നാ വൈബാന്നറിയോ ഇതിൻ്റെ ഉള്ളിലിരിക്കാൻ. എന്നാ മാസ്ക് പിന്നെയും ഖത്തറിലോട്ട് കയറി പോകുന്നല്ല തോന്നുന്നു, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അറിയില്ലടാ, പിന്നെ പോയതാവും. ചിലപ്പോൾ പോയിട്ടൊന്നും ഉണ്ടാവില്ല, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. ഇവനെവിടെ ഉള്ളതെന്ന് നമുക്കൊന്നും പറയാൻ പോലും പറ്റൂല. എന്തായാലും എവിടെ നിൽക്കണ്ട, ഇനി പോവാം. പോകുമ്പോൾ ആ ഫ്രണ്ടിലെ വാതിലും കൂടെ ഒന്ന് അടച്ചിടാം. എല്ലാം തുറന്നിട്ടിട്ടാണ് ചക്കൻ പോണത്. കടലേ ഇവിടുത്തെ ഈ വാതിലൊക്കെ ഇങ്ങനെ തുറന്നിട്ടിട്ടാണ് ഇവൻ പോണത്. അവൻ്റെ ഇതൊന്നും ആലോചിച്ച് ചോദിക്കുക. അവൻ്റെ വീട്ടിലാരും കയറി വരില്ല എന്നുള്ള കോൺഫിഡൻസ് ആയിരിക്കും. ഇവിടെ കൊണ്ടെടുത്താൽ പാർക്കിംഗ് ചെയ്തോ. എന്തായാലും ഈ സിന്ത വീഡിയോ വെച്ച് അതിൻ്റെ പാകമാണെങ്കിൽ ഈ മാസ്കിനെ അവിടെ കാണുവാണെങ്കിൽ ജസ്റ്റ് അവനെ കുട്ടി എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്ന ഓർത്തിട്ടായിരുന്നു. അപ്പോൾ അവനെ കാണുന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെങ്കിൽ അതുവരെയും ബൈ.